സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്ന ഒരു FM റേഡിയോയിൽ കേൾക്കാൻ പോകുന്ന ഒരു സൗണ്ടാണ്. ഹലോ ഗൈസ്, കേൾട്ടിടങ്ങുന്ന എന്റെ യൂട്യൂബ് ചാനലിൽ FM സ്റ്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇതുകൊണ്ട് എങ്ങനെയാണ് FM സ്റ്റേഷൻ ഉണ്ടാക്കിയാൽ നമ്മൾ ലൈവായിട്ടും അല്ലാതെയും ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഇന്ന് വീഡിയോയിട്ട് നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇന്നോട് വീഡിയോ അവതരിപ്പിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് മെസ്സേജ് അയച്ച് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോസ് അപ്ലോഡ് വേണ്ടി നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങളിപ്പോൾ കേട്ടത് ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കി ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന FM ചാനലിൽ നിന്നുള്ള ഓഡിയോ ആണ്. അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെയാണ് സിമ്പിളായിട്ടൊരു FM സ്റ്റേഷൻ ഉണ്ടാക്കുന്നതാണ് ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഈ ഒരു FM സ്റ്റേഷൻ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കും ഇതുകൊണ്ടൊക്കെ ഒരു FM സ്റ്റീരിയോ ട്രാൻസ്മിറ്റർ ആണ്. ഈ ഒരു ട്രാൻസ്മിറ്ററിനകത്ത് നമുക്ക് 87 ഹെഡ്സ് മുതൽ 108 ഹെഡ്സ് വരെ നമുക്ക് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു മൊഡ്യൂളിനകത്ത് ഒരു മൈക്കും അതുകൊണ്ടൊക്കെ ഒരു AUX പിന്നും വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ എൻ്റെ ഫ്രണ്ടിൽ ഒരു 5 സ്വിച്ച് കാണാൻ പറ്റും. അതിനകത്ത് വോളിയം അപ്പ് ഡൗൺ, അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച്, അതുകൊണ്ടൊക്കെ നമുക്കൊരു പോസ് അല്ലെങ്കിൽ നമുക്ക് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി ഈ ഒരു മൊഡ്യൂൾ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കസ്റ്റമൈസ് എടുക്കാൻ പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യം തന്നെ ഈ മൈക്ക് ഇതിനകത്ത് റിമൂവ് ചെയ്ത് മാറ്റുവാണ്. സോൾഡറിംഗ് ഉപയോഗിച്ച് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇതിനകത്ത് റിമൂവ് ചെയ്ത് മാറ്റാനായിട്ട്. അങ്ങനെ നമ്മൾ ഈ മൈക്ക് നമ്മൾ ഈ മൊഡ്യൂളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ മൈക്ക് ഊരി മാറ്റിയ സ്ഥലത്ത് നിന്ന് നമ്മൾ ഇതുകൊണ്ട് 2 വയറൂടെ സോൾഡ് ചെയ്ത് പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തൊരു സപ്ലൈ ലൈനോട് കൊടുക്കാം. സപ്ലൈ ലൈൻ ഓൾറെഡി ഇതിനകത്ത് മൈക്രോ USB ആയിട്ട് വരുന്നുണ്ട്, പക്ഷേ ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല. നേരെ മറിച്ച് ഇതിനകത്ത് തന്നെ നമുക്കൊരു സപ്ലൈ ലൈൻ കൊടുക്കാനുള്ള 2 പോയിന്റ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിന്ന് 2 വയർ സോൾഡ് ചെയ്ത് പുറത്തോട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന മാക്സിമം വോൾട്ടേജ് 5 വോൾട്ടേജ് ആണ്. അതിന് മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മൊഡ്യൂൾ ഡാമേജ് ആയിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വയറൂടെ ഇതിനകത്ത് സോൾഡ് ചെയ്ത് പുറത്തോട്ട് എടുക്കാം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ സപ്ലൈ ലൈനും സോൾഡ് ചെയ്ത് പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഈ മൊഡ്യൂളിൽ നിന്നും ആൻറ്റിനയുടെ വയറൂടെ സോൾഡ് ചെയ്ത് പുറത്തെടുക്കാം. ആൻറ്റിന വയർ എടുക്കാൻ വേണ്ടി നമുക്ക് സെപ്പറേറ്റ് ഈ മൊഡ്യൂളിൽ തന്നെ പോയിന്റ് തന്നിട്ടുണ്ട്. ആ പോയിന്റിൽ നമുക്ക് ആൻറ്റിന വയറൂടെ സോൾഡ് ചെയ്ത് പുറത്തെടുക്കാം. അങ്ങനെ നമ്മൾ ആൻറ്റിനയുടെ വയറും ഈ മൊഡ്യൂളിൽ നിന്നും പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കൊരു PVC ബോക്സ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ സോൾഡ് ചെയ്ത സമയത്ത് വയറെല്ലാം പുറത്തോട്ടാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ഈ ബോക്സിൻ്റെ വെളിയിൽ കൂടെ തന്നെ നമുക്ക് ഈ വയർ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ബോക്സിനകത്തൂടെ തന്നെ ചെയ്യുന്ന രീതിയിൽ നമ്മൾ സോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്രയ്ക്കും വൃത്തിയായിരിക്കും ഇത് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ച് വെക്കുക. അടുത്തായിട്ട് ഇത് നമുക്കൊരു PVCയുടെ ബോക്സ് എടുക്കുകയാണ്. അതിന് മുകളിലോട്ട് ഞാൻ ഇത് നമുക്ക് നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു PVCയുടെ ഷീറ്റോട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇത് നമുക്കൊരു ആൻറ്റിന സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആൻറ്റിന എടുത്തിരിക്കുന്നത് നമ്മുടെ പഴയ റേഡിയോയിൽ നിന്നുമാണ്. അപ്പോൾ ഈ ഒരു ആൻറ്റിന നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ മുകളിൽ ഇരിക്കുന്ന രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ ഒരു ആൻറ്റിനയോട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മൊഡ്യൂളോട് നമുക്ക് ഇതുകൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ മൊഡ്യൂളിൽ നിന്നെടുത്ത ആൻറ്റിന വയറും നമ്മളിപ്പോൾ വെച്ച ആൻറ്റിനയായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മൊഡ്യൂളിൽ നിന്നൊന്ന് ആൻറ്റിനയുടെ വയർ നമ്മൾ വെച്ച ആൻറ്റിനയായിട്ട് നമ്മൾ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച PVC ബോക്സിൻ്റെ സൈഡിലോട്ട് ഞാൻ ഇതുകൊണ്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. അതിനകത്തൊരു ഫീമെയിൽ സോക്കറ്റ് കണക്ട് ചെയ്യാണ്. നമ്മൾ ഇതിനകത്ത് വെക്കുന്ന ബാറ്ററി ചാർജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പിന്നാണ് ഞാൻ ഇവിടെ കണക്ട് ചെയ്യുന്നത്. ഇനി ഇതുകൊണ്ട് ഞാൻ ബാറ്ററി ചാർജ് ചെയ്യാൻ ആവശ്യമുള്ള ചാർജിങ് മൊഡ്യൂൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു യൂണിറ്റോട് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യുന്ന പോയിന്റിൽ നിന്നുള്ള 2 വയർ നമ്മളിപ്പോൾ വെച്ച ഫീമെയിൽ സോക്കറ്റായിട്ട് കണക്ട് ചെയ്യാം. നമ്മൾ ഈ കണക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോകാൻ പാടില്ല. അങ്ങനെ നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യാൻ ആവശ്യമായ കണക്ഷനും കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നമുക്ക് ബാറ്ററിയോടെ ഫിക്സ് ചെയ്ത് വെക്കാം. ഇനി ഞാനൊരു സ്വിച്ചും ഇതുകൊണ്ടൊക്കെ PVCയിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ സ്വിച്ചിലോട്ട് നമുക്ക് ബാറ്ററിയിൽ നിന്ന് വരുന്ന പോസിറ്റീവ് ലൈനും അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ മൊഡ്യൂളിൽ നിന്ന് വരുന്ന പോസിറ്റീവ് ലൈനും സോൾഡ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ടൊക്കെ തന്നെ നെഗറ്റീവ് തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്ത് ഇൻസുലേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മൊഡ്യൂളിൽ നിന്നും എടുത്തിരിക്കുന്ന മൈക്കിൻ്റെ വയറും നമ്മൾ ഈ PVC ബോക്സിൻ്റെ പുറത്തോട്ട് എടുത്ത ശേഷം നമുക്ക് ഈ PVC ബോക്സ് ക്ലോസ് ചെയ്യാം. ഇനി ഞാനിത് നമുക്കൊരു സ്റ്റാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സ്റ്റാൻഡ് നമുക്ക് ഇവിടോട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം ഇളക്കി മാറ്റിയ മൈക്ക് വീണ്ടും ഞാൻ ആ വയറിലോട്ട് സോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ വെച്ച സ്റ്റാൻഡിലോട്ട് ഞാനത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൈക്ക് വെളിയിലോട്ട് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ മൊഡ്യൂളിൽ നിന്നും ഈ മൈക്ക് സോൾഡ് ചെയ്ത് ഇളക്കി മാറ്റിയത്. അങ്ങനെ നമ്മുടെ FM സ്റ്റേഷൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇത് ലൈവ് ഒക്കെ പോകാൻ പറ്റിയൊരു FM സ്റ്റേഷൻ മൊഡ്യൂളാണ്. ഇതിനകത്ത് മൈക്ക് സപ്പോർട്ടും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോൺ കണക്ട് ചെയ്യാനുള്ള AUX പിന്നും ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്ര ഉണ്ടാക്കിയെടുത്ത് എല്ലാവർക്കും മനസ്സിലായി കാണുന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഈ ഒറ്റ മൊഡ്യൂളിനകത്ത് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ കുറച്ച് മോഡിഫിക്കേഷൻ മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇതിനകത്തുള്ള ഫംഗ്ഷനും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നു. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ കത്തുന്ന കാണാൻ കഴിയും. അപ്പോൾ ആദ്യത്തെ ഈ ഒരു സ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയമാണ്. വോളിയം അപ്പ്, വോളിയം ഡൗൺ നമുക്ക് ഈ 2 സ്വിച്ചിനകത്തും ഉണ്ട്. കണ്ടില്ലേ, വോളിയം ഡൗൺ ചെയ്യുന്നു, വോളിയം കൂട്ടാൻ പറ്റുന്ന ഈ ഇതിൽ മാക്സിമം വോളിയം എത്ര വരെ പോകുന്നു? 30 വരെയാണ് മാക്സിമം വോളിയം പോകുന്നത്. തൊട്ടപ്പുറം സ്വിച്ച് ഫ്രീക്വൻസി സെറ്റ് ചെയ്യുള്ളതാണ്. ഫ്രീക്വൻസി മുന്നോട്ടും പുറകോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചുകളാണിത്. അതുകൊണ്ടൊക്കെ നമ്മൾ ലൈവ് ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ആവശ്യ സമയത്ത് പോസ് ചെയ്യണം തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ പോസ് ബട്ടൺ ആയിട്ട് സൗണ്ട് മ്യൂട്ടാക്കാനും അതുകൊണ്ടൊക്കെ പറ്റും. അതാണ് ഈ പോസ് ബട്ടൺ. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ലൈവ് മൈക്കാണ്. നമ്മൾ ലൈവ് സംസാരിക്കുന്ന ഈ മൈക്ക് കൂടാണ്. പിന്നീട് ഇതിൻ്റെ ആൻറ്റിന അത്യാവശ്യം നല്ലതായിട്ട് നീളം കൂട്ടാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ആൻറ്റിന അത്യാവശ്യം നല്ലതായിട്ട് നീളം കൂട്ടാൻ പറ്റും. ഈ ആൻറ്റിന ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ പഴയ ഒരു റേഡിയോയ്ക്കകത്ത് തന്നെയാണ് ഈ ആൻറ്റിന എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ട് പോകുന്ന ആൻറ്റിനയാണ്.
പിന്നെ ആൻറ്റിന് അത്യാവശ്യം നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ടിൽറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ മൈക്കും അത്യാവശ്യം ടിൽറ്റ് ചെയ്യാനൊക്കെ പറ്റും. നമുക്കിനി ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിനകത്തൊരു സ്റ്റേഷൻ സെറ്റ് ചെയ്യാം, അതായത് ഒരു ഫ്രീക്വൻസി സെറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് കോമൺ ആയിട്ട് ഇല്ലാത്തൊരു ഫ്രീക്വൻസി വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഞാനിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് 87.6 എന്ന് പറഞ്ഞ ഫ്രീക്വൻസിയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി എൻ്റെ ഫോണിൻ്റെ എഫ്എമ്മിനകത്തും ഞാൻ ഈ സെയിം ഫ്രീക്വൻസി തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ മൈക്ക് ഞാൻ ഇങ്ങോട്ട് വെക്കുവാണ്. ഇനി ഞാൻ ഈ സ്റ്റേഷൻ വെച്ചിട്ട് ദൂരെ പോയി സംസാരിക്കും. ഹലോ 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 ഹലോ, സ്റ്റേഷൻ ഓൺ ആക്കിയിട്ടാണ് സംസാരിക്കുന്നത്. ഹലോ 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 ഹലോ, കണ്ടില്ലേ ഇത്രയും ദൂരത്തൊക്കെ ഇത് കിട്ടുന്നുണ്ട്. ഹലോ 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 ഹലോ, ഇത്രയും ദൂരത്തൊക്കെ ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ എനിക്കൊന്ന് ഫോണിന് ഞാനിതുവരെ ആൻറ്റിനെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ആൻറ്റിനെ അതായത് ഇയർഫോൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ദൂരത്ത് ഫോണിൻ്റെ ഇത് കിട്ടുന്നതാണ്. ഹലോ ഹലോ ഹലോ, കണ്ടില്ലേ. ഇനി നമുക്കിതിനകത്ത് ഇതിപ്പോൾ ലൈവാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കല്ലാതെ നമുക്ക് ഇതിനകത്ത് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് ഓൾറെഡി പ്ലേ ചെയ്ത് വെച്ചേക്കുന്ന ഓഡിയോ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇനി ഞാനിവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രോഡ്കാസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അതിന് നമുക്കൊരു മ്യൂസിക് പ്ലെയർ എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ സെയിം FM സ്റ്റേഷൻ ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓണാണിപ്പം, അത്യാവശ്യം നല്ലതായിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മൊഡ്യൂൾ ഓൺ അല്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ കേൾക്കുന്നത് ഒരുമാതിരി നോയ്സാണ് കേൾക്കുന്നത്. അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ ഓൺ ആക്കിയിട്ട് നമുക്ക് ഇനി ഒന്ന് റെക്കോർഡ് അല്ലാതെ പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു 2 സൈഡിലും AUX സപ്പോർട്ടുള്ള പിൻ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ AUXൻ്റെ പിന്നിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒരു AUX സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണിലോട്ടും ഇത് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ AUX കേബിൾ എന്ന് വെച്ചാൽ നമ്മുടെ ഇയർഫോണിൻ്റെ കേബിളാണ് പറയുന്നത്. നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദൂരെ മാറിയുന്ന ഒരു നോൺ കോപ്പിറൈറ്റ് മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്യാൻ പോവാണ്. ജസ്റ്റ് പ്ലേ ചെയ്യുന്നു, കേട്ടില്ലേ ദൂരെ. പോസ് ചെയ്തപ്പോൾ നിന്നു. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിലൂടെ നമുക്ക് ആ ഒരു നോയ്സ് ഒന്നും കിട്ടില്ല. ഞാനിവിടെ നിന്ന് എൻ്റെ ഫോണിൻ്റെ AUXൻ്റെ ഊരി ഇട്ട് കഴിഞ്ഞപ്പോൾ പാട്ടിൻ്റെ ഇത് നിന്ന് കണ്ടില്ലേ. ഇനി ഒന്നുകൂടെ കുത്തി പ്ലേ ചെയ്യുന്നു. നല്ല ക്വാളിറ്റിയിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ FM മൊഡ്യൂൾ വർക്ക് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എത്ര ദൂരം ഡിസ്റ്റൻസ് കിട്ടുന്നത് ഞാൻ ഒരു റീലിനകത്തോടെ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. വലിയ കണക്ഷനോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരൊറ്റ മൊഡ്യൂൾ മാത്രം മേടിച്ചാൽ മതി. പിന്നെ നമ്മൾ ഇതിനകത്ത് കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യുന്നുണ്ടല്ലോ, അത്രേ ഉള്ളൂ. അല്ല പ്രത്യേകിച്ച് ഇതിൻ്റെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് മെസ്സേജ് കഴിഞ്ഞാൽ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ മേടിക്കാനുള്ള ലിങ്ക് ഒന്ന് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം, അല്ലെങ്കിൽ ഞാൻ വീഡിയോ കടി പിൻ ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാൻ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.